അള്ളാഹുവിനെ കുറിച്ച് പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയണം. വെള്ളിയാഴ്ച രാവ സ്വലാത്തുകൾ അധികമായി പറയേണ്ട, മുത്തുനബിയുടെ മദ്ഹുകൾ പാരായണം ചെയ്യേണ്ട ഒരു രാവാണ് വെള്ളിയാഴ്ച. ഇൻഷാ അല്ലാഹ് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കാരണം പറയേണ്ടത് ആവശ്യകതയാ വന്നിരിക്കുക. ഇപ്പൊ ഈ അടുത്ത് ഒരു 2-3 ദിവസത്തെ പത്രമൊക്കെ എടുത്ത് യൂട്യൂബ്, നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ വന്ന് കിടന്ന് കുസൃതി കാണിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഒരു മൊബൈലും കൊടുത്തു മാറ്റിയിരുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും കയറിയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറിയിട്ട് ഇവരെന്താ കാണുക? നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമുക്ക് യൂട്യൂബും ഫേസ്ബുക്കും മാത്രമേ അറിയൂ. അതിനപ്പുറത്തേക്ക് വലിയ ലോകങ്ങളുണ്ട്. പ്രായമുള്ളവർക്കൊന്നും അതിനെക്കുറിച്ച് വലിയ അറിയാത്തൊരു ലോകം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം അറിയേണ്ടവരെ അറിയുന്നില്ല, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുന്നില്ല. മതത്തിന്റെ നിയമങ്ങളും മതത്തിൽ പറയുന്ന നിയമങ്ങളും മറ്റു പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയോ പഠിപ്പിക്കുകയോ മനസ്സിലാക്കുകയോ ഞാനും നിങ്ങളും അതിന് തയ്യാറാകാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ ഭവിഷ്യത്തുകൾ നമ്മുടെ നാടുകളും നമ്മുടെ വീടുകളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള വിപത്തുകളെ തൊട്ട് നാം മനസ്സിലാക്കണം. ഇങ്ങനൊക്കെ ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇതിന്റെ ഗൗരവങ്ങൾ. പണ്ടൊക്കെ കുറച്ചാൾ മുമ്പ് ഈ എന്തൊരു ഗെയിം കളിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പൊ പിന്നെ കുറെ എണ്ണം പഠിച്ചു. അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ബഹളമായി, വീണ്ടും അത് പോയി. അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പോകും തോറും എങ്ങോട്ട് പോകുമോ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തിനൊരു കുറവും വരുത്തരുത്. ഇന്ന് സ്വലാത്ത് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചം, ഈ കാണുന്ന ലോകം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരൻ, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകന്റെ ചരിത്രവും ആ പ്രവാചകന്റെ വ്യക്തിത്വവും ആ പ്രവാചകന്റെ മഹത്വവും എനിക്കും നിങ്ങൾക്കും അറിയണമെങ്കിൽ ചരിത്രങ്ങളൊന്ന് വായിച്ചു നോക്ക്. ആ പ്രവാചകന്റെ മഹത്വം അറിയണമെങ്കിൽ ആ പ്രവാചകനോടുള്ള സ്നേഹം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, അതാ ഈമാനുള്ളവര് ഒരു കടുകുമണിയുടെ അടവെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ള അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുന്നിൽ ചെന്നിട്ട് പറയുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരെങ്ങോ പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ നാവിന്റെ തുമ്പിലേക്ക് കടന്നു വരികയാണ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയാതെ നാവിന്റെ തുമ്പിലേക്ക് മുത്തുനബിയോടുള്ള മഹബത്ത് കാരണം ആ സ്വലാത്ത് നമ്മുടെ നാവിന്റെ തുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ഈ വെള്ളിയാഴ്ച രാവിലെ മദീനത്ത് മസ്ജിദുൻ നബവിയുടെ ആ മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവേ റൗദാ ശരീഫിന്റെ ചാരത്ത് കിടന്നുറങ്ങുന്ന ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്നറിയാം? ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും യഹ്യാ നബിയും സുലൈമാൻ നബിയും ഇങ്ങനെ തുടങ്ങുന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ. ഈ പ്രവാചകന്മാരിൽ അവസാനം കടന്നു വന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ പ്രവാചകന്മാർ, ഈ പ്രവാചകന്മാർക്ക് എല്ലാവർക്കും ശ്രേഷ്ഠതയുണ്ട്. ആദം നബിക്ക് ശ്രേഷ്ഠതയുണ്ട്, ഈസാ നബിക്ക് ശ്രേഷ്ഠതയുണ്ട്, നൂഹ് നബിക്ക് ശ്രേഷ്ഠതയുണ്ട്, ഇബ്രാഹിം നബിക്ക് ശ്രേഷ്ഠതയുണ്ട്, സുലൈമാൻ നബിക്ക് ശ്രേഷ്ഠതയുണ്ട്, യഹ്യാ നബിക്ക് ശ്രേഷ്ഠതയുണ്ട്. ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാർക്കും ശ്രേഷ്ഠതയുണ്ട്. ശ്രേഷ്ഠതയില്ലാത്ത ഒരു പ്രവാചകന്മാരുമില്ല. പക്ഷേ ഇവരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവേ ഈ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത ആർക്കെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ എല്ലാവർക്കും ശ്രേഷ്ഠതയുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന്റെ ശ്രേഷ്ഠത എന്താ? പരമനുഷ്യന്മാരെ, ആദം നബിയുടെ ശ്രേഷ്ഠത എന്താ? നിങ്ങളൊന്ന് പൈസ ഒന്നും ഇതിനു പേടിയെന്ന് മത്സരമൊന്നും അല്ലല്ലോ, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ആദം നബിയുടെ ശ്രേഷ്ഠത എന്താ? നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോൾ ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ എല്ലാവരും ചെന്നിട്ട് പറയും, പാപ്പ നിങ്ങൾ അള്ളാഹു അല്ലേ സൃഷ്ടിച്ചത്, അള്ളാഹു അല്ലേ നിങ്ങൾക്ക് റൂഹൂദിയത്, നിങ്ങളെല്ലാം ലോകത്തിലെ ഒന്നാമത്തെ മനുഷ്യൻ, ഞങ്ങളെ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. അപ്പോൾ അള്ളാഹു റൂഹൂദിയ പ്രവാചകനാണ് ആര്?
ആദൻ അബുൽ ബശർ, ആദന്റെ ആദ്യത്തെ മനുഷ്യൻ. ഈസാ നബിയുടെ പ്രത്യേകത എന്താ? റൂഹുല്ലാഹ്. ഓരോ പ്രവാചകന്മാർക്കും അതിൻ്റെതായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, ഓരോ പ്രവാചകന്മാർക്കും അവരുടേതായ ശ്രേഷ്ഠതകളുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, തിൽകർ റുസുലു ഫളലനാ ബഅദഹും അലാ ബഅദ്. വ്യക്തമായ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആ ദൂതന്മാരിൽ ചിലർക്ക് നാം മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠത നൽകി. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, തിൽകർ റുസുലു ഫളലനാ ബഅദഹും അലാ ബഅദ്. ആ പ്രവാചകന്മാരിൽ ചിലരെക്കാളും ചിലർക്ക് ഞാൻ ശ്രേഷ്ഠത നൽകി. അള്ളാഹുവിന്റെ ഖുർആൻ വ്യക്തമായി പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കടന്നു വന്ന പ്രവാചകന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത നൽകിയ, ഏറ്റവും കൂടുതൽ സ്ഥാനം നൽകിയ പ്രവാചകനാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹു ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത നൽകിയ പ്രവാചകനാണ് നമ്മുടെ മുത്തുനബി. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹു ഈ ലോകത്ത് നൽകിയ വിവിധ തരങ്ങളായ പ്രത്യേകതയും സ്ഥാനങ്ങളുമുണ്ട്. അതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ നാമെല്ലാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമല്ലോ. നമ്മളെല്ലാവരും മരണപ്പെട്ടു ഈ പ്രപഞ്ചം മുഴുവനും ഒരു ദിവസം തകർന്നു തരിപ്പണമാകും. ഈ പ്രപഞ്ചം മുഴുവനും നശിക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് കടന്നു വന്ന സർവ്വചരാചരങ്ങളും നശിച്ചു പോകും. ലോകത്ത് കടന്നു വന്ന സർവ്വചരാചരങ്ങളും ഒരു ദിവസം നശിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ അടുത്ത് നമ്മുടെ ഷാജി ഖാൻ തോന്നുന്നൊരു വീഡിയോ എടുത്തിട്ട് തന്നു. എന്റെ പ്രിയപ്പെട്ട, ചത്തുപോയ മീൻ ജീവിക്കുന്നില്ലേ? ഇപ്പം ചത്തുപോണ മീൻ, ചത്തുപോയൊരു മത്സ്യം എന്തോ ഫ്രീസറിലെങ്ങാണ്ട് ചൈന കണ്ടുപിടിച്ചെന്നാ പറയണത്. ഓന്റെ വാപ്പാമാര് വിചാരിച്ചാൽ പോലും നടക്കൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ, അള്ളാഹ് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതൊക്കെ പറ്റുമോ? ചത്തുപോയ മീനിന് ജീവൻ കൊടുക്കുന്നതായിട്ടൊരു വീഡിയോ, ഇതൊക്കെ നടക്കണ കാര്യമൊന്നുമല്ല. കാരണം അത് അള്ളാഹുമായിട്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ലോകത്ത് എന്താ ജീവിക്കാൻ പറ്റൂലേ? ചത്തവനെ ജീവിക്കാൻ പറ്റുമോ? അള്ളാഹ് വിചാരിക്കണം, അല്ലെങ്കിൽ അള്ളാഹു കഴിവ് കൊടുക്കണം. അല്ലാതെ എന്തായാലും ഒറ്റരാൾക്ക് അതിന് കഴിയില്ല. ഈസാ നബി അലൈഹിസ്സലാം പോലും പണ്ടുണ്ടായിരുന്നു, മരിച്ചു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ വിളിക്കുമായിരുന്നു, ഇങ്ങനെ പിടിച്ചിറക്കുന്ന കാലം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ അവരാരും ജീവിച്ചില്ല. അവരപ്പോഴും തിരിച്ച് ഖബറിലേക്ക് പോയി. ഞാനിവിടെ കഴിഞ്ഞ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു മരിച്ചിട്ട് വിളിച്ചുണർത്തിയ ഒരാളുടെ ചരിത്രം പറഞ്ഞു. അതുപോലെ തന്നെ ഖബറിൽ പോയി. അവരാരും ജീവിച്ചില്ല. കാരണം അത് സത്യമാണ്. അങ്ങനെ ഒരു ജീവിതം ഇല്ലല്ലോ. മരിച്ചു കഴിഞ്ഞാൽ പിന്നൊരു ജീവിതം ദുനിയാവിലില്ല, ആഖിറത്തിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രപഞ്ചത്തിൽ കടന്നു വന്ന സർവ്വചരാചരങ്ങളും ഒരു ദിവസം നശിക്കും. എത്രയൊക്കെ പറഞ്ഞാലും എല്ലാം നശിച്ചു പോകും. കാരണം അല്ലാഹു അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും ഉണ്ടാകില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലെങ്കിൽ ഇവന്മാരൊക്കെ എന്ത് ചെയ്തേനെ? മരുന്നും കലക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അവൻ അടിച്ചാൽ പോലെ. ഞാൻ ഇന്നലെ ഇന്നിങ്ങനെ വണ്ടിയിൽ അത്ഭുതം തോന്നി. ഇന്ന് വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ വണ്ടിയിൽ ഇങ്ങനെ എന്തോ അറിയാതെ റേഡിയോ ഓണായി. റേഡിയോ ഓണായപ്പോഴത്തേക്ക് ഇന്നെന്തോ എലിഫന്റ് ദിനം ഉണ്ടായിരുന്നു, ആനയുടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. ആനയുടെ എന്തോ ഒരു ദിവസം. അപ്പോൾ റേഡിയോയിൽ ഒരു പെൺകുട്ടി ആനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ആനയ്ക്ക് നോക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളോട് ചോദിച്ചു, എത്ര ആനയെ നോക്കുന്നു? അയാളെന്തോ 15 ആനകളെ നോക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നു, അവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ഒരു ആനയെക്കുറിച്ച് 80 വയസ്സുണ്ടെന്നാണ് പറയുന്നത്. ഒരു ആനയ്ക്ക് മനുഷ്യൻ അയച്ചു 80 വയസ്സുള്ള ഒരു ആനയെക്കുറിച്ച്. സോമൻ എന്നങ്ങണ്ട ആനയുടെ പേരെന്ന് പറയുന്നത്. ഞാനിപ്പോൾ അയച്ചു 80 വയസ്സ് വരെയൊക്കെ ഒരു ആന ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ നിസ്സാരമായിട്ട് കാണാം. 80 വയസ്സ് വരെ പ്രായമുള്ള ഒരു ആനയെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കാൻ പഠിച്ചനെ. നിങ്ങളൊക്കെ ജീവിക്കുന്നതിന് മുമ്പുള്ള ആനയാണ്. 80 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? അത്തയില്ലല്ലോ. അത്ത ജീവിക്കുന്നതിന് മുമ്പുള്ള ആനയാണ്. അപ്പൊ ആ ചോദിക്കണ പെണ്ണ് തന്നെ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നത് 80 വയസ്സാ പറയാം. അവളെ പറയാ ഇങ്ങനെ, നമ്മുടെ ഈ പുനലൂരിനപ്പുറത്ത് ഒരു കാടക്കോട്ട സ്ഥലമുണ്ട്, ആര്യങ്കാവ്, അവിടെ നിന്നാണ്ട് പിടിച്ചതാണ്. അലച്ചു വയ്ക്കുക. ഇങ്ങനെ പറയാ, ഒരു ആനയുടെ ആയുസ് പോലും ചിന്തിച്ചു വയ്ക്കുക. മനുഷ്യന്മാരെ ജീവിച്ചിരിക്കില്ല അത്രയൊന്നും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും ഈ ലോകത്തുള്ള എല്ലാവരും നശിച്ചു പോകും. എല്ലാവരും മരണപ്പെട്ടു. എല്ലാവരും മണ്ണിനടിയിൽ. എല്ലാവരും തകർന്നു തരിപ്പണമായി. പടച്ചവനെ അല്ലാഹുവല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല. പിന്നെ ഒരു ലോകം കടന്നു വരുന്നുണ്ട്.
ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പരലോകം എന്ന് പറയുന്ന ഒരു ലോകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ മഹ്ശറയുണ്ടല്ലോ, ഒരുത്തരും നിഷേധിക്കാൻ കഴിയാത്ത പടച്ചിറപ്പിന്റെ പരലോകമുണ്ടല്ലോ. ആ പരലോകത്തിൽ വിശ്വസിക്കണമല്ലോ. ആ പരലോകത്തേക്ക് ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരും അവരുടെ അനുയായികൾ മുഴുവനും നാളെ പരലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആ ദിവസത്തില് അല്ലാഹുവേ പരലോകത്തിന്റെ നേതാവാരെന്നറിയുമോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുത്തുനബിയുടെ ഒരു വലിയ പ്രത്യേകതയാണ്, മുത്തുനബിക്ക് അല്ലാഹു കൊടുത്ത ഒരു ശ്രേഷ്ഠതയാണ്. നാളെ പരലോകത്ത് സർവരുടെയും നേതാവാരെന്നറിയുമോ? എന്റെയും നിങ്ങളുടെയും കരളിന്റെ കഷ്ടമായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നാളെ പരലോകത്തിലെ ജനങ്ങളുടെ നേതാവാണ്. ഈ ഭൂമിയിൽ മാത്രമല്ല നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് അല്ലാഹുവേ സർവരുടെയും നേതാവായ അല്ലാഹു തിരഞ്ഞെടുക്കുന്ന പ്രവാചകൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പ്രവാചകൻ ഇവിടുന്ന് എണ്ണി പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് പടച്ചവനെ സൂര്യനും ചന്ദ്രനും നക്ഷത്രമെല്ലാം ഇങ്ങനെ പൊടിഞ്ഞു വീഴുകയാണ്. മഴത്തുള്ളികൾ വീഴുന്നത് പോലെ സൂര്യൻ ഇങ്ങനെ താഴേക്ക് വീഴുന്നു, ചന്ദ്രൻ ഇങ്ങനെ താഴേക്ക് വീഴുന്നു, നക്ഷത്രങ്ങൾ ഇങ്ങനെ വീഴുകയാണ്. ഈ പ്രപഞ്ചമങ്ങ് പൊട്ടിപ്പിളരുകയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും പടച്ചവനെ ഈയാമ്പാറ്റകൾ പറന്നു നടക്കുന്നത് പോലെ സർവ്വതും നശിക്കുകയാ. രണ്ടാമത് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോ അല്ലാഹുവേ ആദം നബി മുതൽ ഈ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ അനുയായികളും കോടാനി ജനതയുണ്ടല്ലോ. ഇങ്ങനെ ഇതാ പടച്ചവനെ ലോകത്ത് കടന്നു വന്ന ജനസാഗരം മുഴുവനും എല്ലാവരും മണ്ണിനടിയിലാണ്. ആരാണ് ആദ്യമായിട്ട് കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നതെന്നറിയുമോ? കബറിന്റെ ഉള്ളറകളിൽ നിന്ന് പടച്ചവന് ആ മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഊതി കഴിയുമ്പോ പിന്നെ കബറിന്റെ അകത്ത് നിന്ന് ആദ്യമായിട്ട് എഴുന്നേറ്റ് വരുന്നതാരാ? ഈ പ്രപഞ്ചം മുഴുവനും പടച്ചവനെ പരന്നു കിടക്കുകയാണ്. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോ മദീനയിൽ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ഈ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ്, ആ മുത്തുനബിയുടെ റൗളയുണ്ടല്ലോ, ആ മുത്തുനബിയുടെ ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ അകത്ത് നിന്ന് ലോകത്ത് ആദ്യമായിട്ട് എഴുന്നേറ്റ് വരുന്ന വ്യക്തി ആരെന്നറിയുമോ? അത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നിന്ന് ആദ്യം എഴുന്നേറ്റ് വരുന്ന ആരാ? ആദം നബിയാണോ? നൂഹ് നബിയാണോ? ഇല്ല. ആരാ വരുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അവിടുത്തെ ഉമ്മത്താകാൻ കഴിഞ്ഞ എത്ര വലിയ ഭാഗ്യം. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടുന്ന് ഖബറങ്ങ് പിളരും. ആദ്യമായിട്ട് ഖബറ് പിളർന്നിട്ട് പുറത്തു വരുന്നത് അന്ത്യപ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമ വഅവ്വലു മൻ യൻശഖു അൻഹുൽ ഖബ്രി വഅവ്വലു ശാഫിഅൻ വഅവ്വലു മുശഫിഅ. മഹാനായ സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവസാന നാളിൽ ആദം സന്തതികളുടെ നേതാവ് ഞാനാകുന്നു, ഞാനാ നേതാവ്. എന്നിട്ട് പ്രവാചകൻ അവിടുന്ന് പറയുന്നു, ആദ്യമായിട്ട് ഖബറ് പിളർന്ന് വരുന്നതും ഞാനാകുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ ഖബറിന്റെ അകത്ത് നിന്ന് ആദ്യമായിട്ട് എഴുന്നേറ്റ് വരുന്നതും മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതിന് ശേഷമാണ് ഈ പ്രവാചകന്മാർ മുഴുവനും എഴുന്നേറ്റ് വരിക. അത് കഴിഞ്ഞാൽ ആരാ വരിക? മുത്തുനബി എഴുന്നേറ്റ പിന്നാരാ വരിക? സുബ്ഹാനല്ലാഹ്. പറഞ്ഞ കാര്യമാരെ അവിടെ അടുത്ത് കിടക്കുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വരും. അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ പ്രവാചകന്റെ ഒരു ശ്രേഷ്ഠതയാ. ഒന്ന്, ആദം
ആദം സന്തതികളുടെ, അതാ മനസ്സിലാക്കേണ്ടത്, ആദം സന്തതികൾ, അല്ലാതെ അവസാന ഉമ്മത്തെന്നല്ല പറഞ്ഞത്. ആദം സന്തതികളുടെ നേതാവ് ഞാനാകുന്നു. അതുമാത്രമല്ല, ഖബറിൽ നിന്ന് ആദ്യമായിട്ട് എഴുന്നേറ്റ് വരുന്നതും ഞാനാകുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞ മൂന്നാമത്തെ കാര്യം, മുത്തുനബിയുടെ മൂന്നാമത്തെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഏറ്റവും കൂടുതൽ അനുയായികളുള്ള പ്രവാചകനാരാ? ഏറ്റവും കൂടുതൽ അനുയായികളുള്ള പ്രവാചകൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, പരലോകത്ത് ഏറ്റവും അധികം അനുയായികളുള്ള പ്രവാചകൻ ഞാനാണ്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗത്തിലെ ശുപാർശ നടത്തുന്ന ആളുകളിൽ ഒന്നാമനും ഞാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മുത്തുനബിയുടെ സമുദായമാണ് ഏറ്റവും വലിയ സമുദായം. മുത്തുനബിയുടെ അനുയായികളാണ് പരലോകത്ത് കടന്നു വരുന്നവരിൽ ഏറ്റവും വലിയ ജനസാഗരം. മുത്തുനബിയുടെ അനുയായികളാ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉരിദതു അലയ്യ ഉരിദതു അലയ്യൽ ഉമമു ഫജഅല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നബിയാനി യമുറാൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പൂർവിക സമുദായങ്ങളെല്ലാം എൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ആദം നബിയുടെ സമുദായത്തെ കാണിച്ചു കൊടുത്തു, നൂഹ് നബിയുടെ സമുദായത്തെ കാണിച്ചു കൊടുത്തു, ഇബ്രാഹിം നബിയുടെ സമുദായത്തെ കാണിച്ചു കൊടുത്തു, മൂസാ നബിയുടെ സമുദായത്തെ കാണിച്ചു കൊടുത്തു. അല്ലാഹുവേ, ഓരോ പ്രവാചകന്മാരുടെയും അനുയായികളെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവേ, ഞാൻ അവിടെ നിന്ന് ചക്രവാളത്തിലേക്ക് നോക്കാൻ എന്നോട് കൽപ്പിച്ചു. അല്ലാ, ആ ചക്രവാളത്തിലേക്ക് നോക്കുമ്പോ ഒരു കറുത്ത ഒരു കൂട്ടം ഇങ്ങനെ കാണുകയാണ്, ഒരു വല്ലാത്ത കറുത്ത കൂട്ടം കാണുകയാണ്. ആ സമയത്ത് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, അതങ്ങയുടെ സമുദായമാ, അതങ്ങയുടെ സമുദായമാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ ഖബറിന്റെ അകത്ത് നിന്ന് ആദ്യമായിട്ട് എഴുന്നേറ്റ് വരുന്നത് മുത്തുനബിയാ. 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്. ആ പ്രവാചകന്മാരുടെ ഓരോ പ്രവാചകന്മാർക്കും അനുയായികളുണ്ട്, അനുയായികളില്ലാത്ത പ്രവാചകന്മാരുമുണ്ട്. അല്ലാഹുവേ, അവരിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അത് കഴിഞ്ഞിട്ട് മുത്തുനബിയുടെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, എന്റെയും നിങ്ങളുടെയും അഭിലാഷമായ സ്വർഗമുണ്ടല്ലോ, ഞാനും നിങ്ങളും കൊതിക്കുന്ന സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ ആദ്യമായിട്ട് കിടക്കുന്നതാരാ? ആദം നബി അലൈഹിസ്സലാമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആദം നബി താമസിച്ചത് ആ സ്വർഗത്തിലാണല്ലോ. ആ സ്വർഗത്തിൽ കിടന്ന പ്രവാചകനാണല്ലോ ആദം നബി അലൈഹിസ്സലാം. യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്നാ വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി الشجرة فتكونا من الظالمين. ആദം നബി അലൈഹിസ്സലാമിനെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹവ്വാ റളിയല്ലാഹു തആല അൻഹ, ഇവർ രണ്ടുപേരെയും സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിടുന്ന സമയത്ത് അല്ലാഹു ഇവിടുന്ന് പറഞ്ഞതാണ്, ആദം നബി കടന്ന സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിലേക്ക് പടച്ചവനെ ആദ്യമായിട്ട് കടന്നു പോകുന്നതാരാ? ആ സ്വർഗ്ഗം തുറക്കുന്നതാരാ? എന്റെയും നിങ്ങളുടെയും കരളിന്റെ കഷ്ടമായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് പറയുകയാണ്, അന്ത്യനാളിൽ പ്രവാചകന്മാര് ഏറ്റവും കൂടുതൽ അനുയായികൾ ഉള്ളത് എനിക്കാണ്. എന്നിട്ട് മുത്തുനബി പറയുന്നു, ഞാനായിരിക്കും സ്വർഗ്ഗ കവാടത്തിൽ ആദ്യമായിട്ട് മുട്ടുന്നത് ഞാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന പാലം താണ്ടിയിട്ട് റിദ്വാൻ എന്ന മലക്കിൽ കാവൽ നിൽക്കുന്ന
നൽകുന്ന പടച്ചറപ്പിന്റെ സ്വർഗത്തിന്റെ കവാടമുണ്ടല്ലോ, ആ കവാടത്തിൽ ആദ്യമായിട്ട് പോയി മുട്ടുന്നതാരാ? അത് ഞാനാണ് സഹാബ, അത് ഞാനാണ് സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് ആദ്യമായിട്ട് സ്വർഗത്തിന്റെ കവാടത്തിൽ മുട്ടുന്നത്, അവിടെ ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അന്ത്യനാളിൽ ഞാൻ സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ ഞാനാണ് ചെല്ലുന്നത്, ഞാനാണ് സ്വർഗം തുറക്കാൻ ആവശ്യപ്പെടുന്നത്. മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഞാനാണ് നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടത്തിൽ ആദ്യം പോയി മുട്ടുന്നത് ഞാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അങ്ങനെ പ്രവാചകൻ മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, പ്രവാചകൻ അവിടുന്ന് സ്വർഗത്തിന്റെ കവാടത്തിൽ മുട്ടിയിട്ട് പറയും, അവിടുന്ന് തുറക്കാൻ ആവശ്യപ്പെടും. ആ സമയത്ത് റിദ്വാൻ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ കാവൽക്കാരൻ ചോദിക്കും, നീ ആരാ? ഞാൻ അവിടുന്ന് പറയും, മുഹമ്മദ്. അപ്പോൾ കാവൽക്കാരൻ പറയും, അത്ര നിനക്ക് മുമ്പ് ഒരാൾക്കും ഞാൻ ഇത് തുറക്കപ്പെട്ടിട്ടില്ല എന്ന് ആ മലക്ക് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.